വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ 100 ദിവസം തികച്ചിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ചില മാർക്കിടലുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മാർക്കിടാനൊന്നുമില്ല എങ്കിൽ പോലും ഈ ഗവൺമെൻറ്റിന് 4 മാർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സാഹസമായിട്ടാണ് തോന്നുന്നത്. കാരണം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിലെ സൗജന്യ യാത്ര, വയോജന വകുപ്പിൻ്റെ രൂപവൽക്കരണം, പിന്നെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കാൻ സാധിച്ച വലിയൊരു പ്രതീക്ഷ, അതുപോലെ തന്നെ ഈ ഓണം ഈ സർക്കാരിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അല്ലലുമില്ല അലട്ടലുമില്ല, കുറ്റവുമില്ല കുറവുമില്ല എന്ന മട്ടിൽ നമുക്ക് കേരളീയർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയ അന്തരീക്ഷം അത് ഉണ്ടാക്കുന്നതിൽ ഈ ഗവൺമെൻറ്റിനുണ്ടായ വിജയം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാരിന് കണ്ണുമടച്ച് ഒരു 5 മാർക്കിൽ കൂടുതൽ കൊടുക്കാവുന്നതാണ് ഈ പഴമനസ് പറയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 100 ദിവസം എന്ന് പറയുന്നത് വലിയ ഒരു കാലമൊന്നുമല്ല, ജസ്റ്റ് അങ്ങ് തുടങ്ങി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലം കൊണ്ട് ഒരു സർക്കാരിനെ നമ്മൾ വിലയിരുത്തുന്നത് അവർ ഉണ്ടാക്കിയ വലിയ ഏമണ്ടൻ നേട്ടങ്ങൾ കൊണ്ടൊന്നുമല്ല. പക്ഷേ അവർ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിലെത്തിയത്. അറ്റപ്പറ്റിയുള്ളൊരു വിജയമല്ല. അവരുടെ വാഗ്ദാനങ്ങൾക്ക്, അവർ മുന്നോട്ട് വെച്ച പദ്ധതികൾക്ക്, പരിപാടികൾക്ക് കേരളത്തിലെ ജനങ്ങൾ വലിയ അംഗീകാരം നൽകി. 102 സീറ്റുകൾ നൽകി. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ഭരണത്തിന് പറ്റിയ ഒരു അടിത്തറയിടാൻ ഈ സർക്കാരിന് സാധിച്ചോ? അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് സാധിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് വളരെയേറെ മുന്നോട്ട് പോകാനും സാധിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും വിചാരിച്ചോ ഈ സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ കേരളത്തിലെ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സൗജന്യ യാത്ര തരപ്പെടുമെന്ന്? ആരും വിചാരിച്ചതല്ല. ഒരു വാഗ്ദാനം നടന്നു, പോയാൽ പോയി എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ ഉടനെ തന്നെ അധികാരമേറ്റ ഉടനെ തന്നെ അത് ചെയ്യുന്നതിന് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് ഈ വയോജന വകുപ്പ്. നമ്മളാരും ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ വയോജനങ്ങൾ അനുഭവിക്കുന്നത്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹിക സുരക്ഷ സംബന്ധിച്ച പ്രതിസന്ധികൾ, അല്ലെങ്കിൽ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരെ പരിചരിക്കുന്നതിനോ നോക്കുന്നതിനോ ആളില്ലാത്ത അവസ്ഥ. പല കുടുംബങ്ങളിലും മക്കൾ ഏതാണ്ട് വിദേശത്താണ്, അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുക. പ്രായം ചെന്ന അച്ഛനോ അമ്മയും മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യമാണ് പലരും നേരിടുന്നത്. അപ്പോൾ ഇത് വലിയൊരു സാമൂഹിക പ്രശ്നത്തെ വി ഡി സതീശൻ സർക്കാർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കും. ഇത് ജപ്പാനിൽ വിജയകരമായിട്ട് പരീക്ഷിച്ച ഒന്നാണ്. പിന്നെ തൂഫാൻ ഏറ്റവും വലിയ പോസിറ്റീവായ ഇടപെടൽ ആയിരുന്നില്ലേ രമേശ് ചെന്നിത്തലയുടേത്? അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാർ, അവർക്ക് ഈ സർക്കാരിലൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമാണോ? ഓണത്തിന് സർക്കാർ ഔട്ട്ലെറ്റുകളിൽ എന്തിനാണ് ക്ഷാമമുള്ളത്? ഇഷ്ടം പോലെ ഓണം ആഘോഷിക്കാനുള്ള വക ഇന്ന് സർക്കാരിൻ്റെ ഔട്ട്ലെറ്റുകളിൽ തയ്യാറായിട്ടുണ്ട്. പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ നൽകിയിരിക്കുന്നു. DAയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ മറ്റൊരു കാര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമാകാതെ സതീശൻ സൂക്ഷിച്ചിട്ടുണ്ട് ഈ 100 ദിവസം കൊണ്ട്. ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അതുപോലെ ഇന്ന് ഒരു പ്രധാന ദിനപത്രത്തിൽ ഈ സർക്കാരിൻ്റെ 10 ദിവസത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിയ ശ്രീമതി J. ദേവിക ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രധാനമായി തോന്നി. അതായത് നീതി നിഷേധിക്കപ്പെടുന്നവരോട് വി ഡി സതീശൻ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ കാട്ടിയിരുന്ന ആ പ്രതിബദ്ധത ഇപ്പോഴും അതേപോലെ തുടരുന്നു എന്നുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. വൻകിട വികസന പദ്ധതികളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സമുദ്ര പോലുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ നമ്മുടെ ധാതുമണൽ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലുണ്ട്. ഭാവി പരിപാടികൾ ഈ സർക്കാർ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് മൂലം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദോഷം സംഭവിക്കുമെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു നയമാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. അതാ പറഞ്ഞത്, ഈ 100 ദിവസം കൊണ്ട് ഈ സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഈ 4 മാർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു കടന്ന കൈയായി പോയി എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും.
ഈ സർക്കാരിലെ ഒരു 6 മന്ത്രിമാർക്ക് മാത്രമാണ് ഭരണത്തിൽ മുൻകാല പരിചയമുള്ളത്. അതിൽ തന്നെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അത് കഴിഞ്ഞാൽ പിന്നെ AP അനിൽകുമാർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, K മുരളീധരൻ, ഷിബു ബേബി ജോൺ. ഇവർക്കൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ അല്പമെങ്കിലും ഭരണപരിചയമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. അതിനപ്പുറത്ത് എന്താണ് നമുക്ക് ഈ ഗവൺമെൻറ്റിനെ പറ്റി കുറ്റം പറയാൻ പറ്റുക? TG മോഹൻദാസ് വിദ്വേഷ പ്രസംഗം നടത്തി നടപടിയെടുക്കാൻ താമസിച്ചു പോയി. ഇവയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെട്ടതിനെ മറക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ഈ സർക്കാരിനെതിരായിട്ട് മറ്റേതൊരു പ്രതിപക്ഷവും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് തുടക്കത്തിൽ തന്നെ ഗവൺമെൻറ്റിനെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയാണ് പ്രതിപക്ഷം എടുത്തത്. അവിടെ ഒരു പ്രധാനപ്പെട്ട നറേറ്റീവ് എന്ന് പറയുന്നത് എന്തോ കാര്യങ്ങളിലൊക്കെ ടേൺ അടിച്ചു സർക്കാർ. ഏതിലാണെന്ന് മനസ്സിലായില്ല. അവർ കൂടുതലായിട്ട് പറയുന്നത് PM ശ്രീയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി വയ്ക്കുന്നു. ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. RSSന് കീഴടങ്ങി സംഘപരിവാറിൻ്റെ B ടീമായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കണം, ഈ PM ശ്രീയെ പദ്ധതിയിൽ ആരാ ഒപ്പുവെച്ചത്? ഇടതുപക്ഷ മുന്നണിയിൽ ആലോചിച്ചില്ല, CPM ആലോചിച്ചില്ല, CPI അറിഞ്ഞേയില്ല, മന്ത്രിസഭയിൽ അങ്ങനെ ഒരു ചർച്ച വന്നില്ല. ആകെ കൂടെ അറിഞ്ഞതാരാ? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. ഇവർ രണ്ടും കൂടെ ചേർന്ന് വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഡൽഹിക്ക് വിട്ടു. അവർ ഒപ്പുവെച്ചിട്ടിഞ്ഞ് പോകുന്നു. എന്നിട്ടിപ്പോൾ UDFനെ കുറ്റം പറയുക. കേന്ദ്ര സർക്കാരുമായിട്ട് ഇക്കാര്യത്തിലൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നാണ് വ്യവസ്ഥ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഒപ്പുവെച്ച ഒരു കരാർ അവിടെ ഉണ്ട്. അപ്പം അതിനുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ നടപ്പാക്കാൻ പറ്റുമോ? ആലോചിക്കുക. അങ്ങനെ ആലോചിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സോഷ്യൽ മീഡിയ പോരാളികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ RSSന് കീഴ്പ്പെട്ടിരിക്കുന്നു. VD സതീശനെ വിമർശിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അതെടുത്ത് നീക്കി. ഉടനെ തന്നെ എന്താവുന്ന ആരോപണം? പത്രസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നാക്രമണം നടന്നിരിക്കുന്നു. VD സതീശൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില വാർത്തകൾ റിമൂവ് ചെയ്യുന്നതിന്. ഉടനെ അത് അനുസരിച്ചു. കുറേ ദിവസം ഈ നറേറ്റീവായിട്ട് നടന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? അടിയന്തരാവസ്ഥ വന്നു പോയി. പെട്ടെന്ന് ഈ 1-2 വാർത്ത മാറ്റിയ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നടന്നു. കേന്ദ്രത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെ പത്രസ്വാതന്ത്ര്യമേ ഇല്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ 2 വാർത്തകൾ മെറ്റയിൽ നിന്ന് മാറ്റിയപ്പോഴേക്ക് അടിയന്തരാവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം മെറ്റ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ്. ഞങ്ങളോട് ഗവൺമെൻറ്റോ VD സതീശനോ പോലീസോ ആരും ഇതൊന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ രീതിയിലായിരുന്നു പ്രതിപക്ഷം ഈ ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്തത്, വിലയിരുത്തിയത്. നമ്മൾ ഈ സർക്കാരിൻ്റെ 100 ദിവസം പരിശോധിക്കുമ്പോഴേ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ നേർക്കും നമ്മുടെ കണ്ണൊന്ന് ചെല്ലുമല്ലോ. അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഭരണമുന്നണി ഒരു ഡിവൈഡഡ് ഹൗസായി മാറിയിരിക്കുന്നു. LDFന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ പാർട്ടി CPM. അവിടെ സമാധാനം എന്ന് പറയുന്നൊരു സാധനം തന്നെയില്ല. ഇതുവരെ ആ പാർട്ടിക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സ്റ്റേറ്റ് കമ്മിറ്റി ഒരു റിപ്പോർട്ടുണ്ടാക്കി. ഞങ്ങൾ നേതാക്കന്മാർക്ക് ആർക്കും ഒരു തെറ്റും പറ്റിയിട്ടില്ല. പാർട്ടിക്ക് പറ്റി, ഞങ്ങൾക്കാർക്കും പറ്റിയിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ചതിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ധിക്കാരം, ധാർഷ്ട്യം, അഹന്ത, ഇതൊന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായില്ല. പക്ഷേ CC അത് സമ്മതിച്ചില്ല. നേതാക്കന്മാർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. പാർട്ടിക്ക് അടിമുട്ടി പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞു. മാത്രമല്ല പിണറായി വിജയൻ്റെ പെരുമാറ്റത്തിലെ പ്രത്യേകതകളും കൂടെ CCയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഇനി അത് എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുക. കോഴിക്കോട് നടക്കുന്ന ആ യോഗമാണ് ഇത് തീരുമാനിക്കുക. ഇതിനിടയ്ക്ക് വേറെ ഒത്തിരി പൊല്ലാപ്പുകൾ. പിണറായി വിജയൻ്റെ വീട്ടിൽ EDയുടെ റെയ്ഡ്. ഉടനെ തന്നെ CPMകാരെ വിളിച്ചുകൂട്ടി, സഖാക്കളെ വിളിച്ചുകൂട്ടി ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ആക്രമണം സംവിധാനം ചെയ്തു. അവരൊക്കെ കുറേ കാലം ജയിലിൽ കിടന്ന് ഉണ്ടതിന്നു. എന്നിട്ടിപ്പോൾ ഏറ്റവും അവസാനം EDയുടെ വെളിപ്പെടുത്തൽ പ്രസ് റിലീസായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുക. അതായത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ 80-85 ലക്ഷം രൂപ ഗൾഫിലേക്ക് മാറ്റിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഹവാല അല്ലെങ്കിൽ മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു. ഇപ്പോൾ
ED-യുടെ സംശയമുനയിൽ മരുമകൻ റിയാസും കൂടെ വന്നിരിക്കുക. പാർട്ടി പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടുമെന്ന്. അപ്പോൾ CPI പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടാനൊന്നുമില്ല, ബിസിനസ് വേറെ പാർട്ടി വേറെ. ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തീർത്തോണം. മുന്നണിയുടെ പേരിൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഏർപ്പാടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിരിക്കുക. അതുമാത്രമാണ് മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജൻറ്റീന ഫുട്ബോൾ ടീം ഇവിടെ ഒന്ന് കളിക്കുമെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആരാ കുടുങ്ങാൻ പോകുന്നതെന്ന് അന്വേഷണം കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. ഗവൺമെൻറ്റാണോ, സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാനാണോ, അതോ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണോ, ആരാണ് കുടുങ്ങാന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് CPM-ഉം CPI-യും തമ്മിലുണ്ടായിരിക്കുന്ന വലിയ സംഘർഷമാണ്. CPI ഒരാഗ്രഹം പറഞ്ഞുപോയി. 4 മന്ത്രിമാരുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ ആ കൂടെ ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവുമേ ഉള്ളൂ. അതിലാ ഉപനേതാവിൻ്റെ പദവി ഞങ്ങൾക്ക് തരണേ എന്നൊന്ന് പറഞ്ഞു പോയി, അപേക്ഷിച്ചു പോയി. പക്ഷേ CPM പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതിനു മുമ്പായിട്ട് അവർ ബാലഗോപാലിനെ അങ്ങ് പ്രഖ്യാപിച്ചു, അനൗദ്യോഗികമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. വീണ്ടും അപേക്ഷിച്ചു നമ്മുടെ ബിനോയ് വിശ്വം, ഞങ്ങൾക്ക് അതൊന്നും തരണേ, ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? കത്ത് കൊടുക്കേണ്ടത് ഞാനൊരു കത്ത് കൊടുത്താൽ ഒരു ഉപനേതാവ് വരും, അതൊരു CPM നേതാവായിരിക്കും. അദ്ദേഹം പരസ്യമായി CPI-യെ അപമാനിച്ചു എന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ച വാക്കുകൾ ഞാനാണ് കത്ത് കൊടുക്കേണ്ടത്, അത് LDF-ഉം ഒന്നുമല്ല. ഞാനൊരു കത്ത് കൊടുത്താൽ ഉറപ്പായിട്ട് ഒരു ഉപനേതാവ് വരും, അതൊരു CPM-കാരനായിരിക്കും. ഇതിൽ പരം ഒരു നാണക്കേട് CPI-ക്ക് സംഭവിക്കാനില്ല. CPI-യുടെ നേതൃയോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നപ്പോൾ അവിടെ ഉയർന്ന ശക്തമായ ആവശ്യം നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് CPI ഇരിക്കണമെന്നാണ്. തൽക്കാലം ഈ മുന്നണിയുടെ ഏർപ്പാട് വേണ്ട, നമ്മളെ അവമാനിക്കുന്നതോടുകൂടി ഇരിക്കണ്ട, നമുക്ക് മാറിയിരിക്കാം, പ്രത്യേക ബ്ലോക്ക് എന്നാണ് ശക്തമായ ആവശ്യം ഉയർന്നത്. ഇന്നിപ്പോൾ ജനയുഗത്തിലെ പാർട്ടിയുടെ ഔദ്യോഗിക പത്രത്തിൽ സത്യൻ മൊകേരി, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, എഴുതിയിരിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ മുന്നണി മര്യാദകൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണെന്നാണ് സത്യൻ മൊകേരി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചില ധാർമ്മികതകളൊക്കെ നമ്മൾ പാലിക്കാറുണ്ട്, അതിനെയൊക്കെ ലംഘിച്ചിരിക്കുന്നു. മുന്നണി എന്ന് പറഞ്ഞാൽ അത് യജമാനനും ഭൃത്യനും തമ്മിലുള്ള ഏർപ്പാടല്ല. എന്ന് വെച്ചാൽ CPM യജമാനനും CPI ഭൃത്യനും എന്നുള്ളതല്ല, അടിമ എന്നുള്ളതല്ല. അതല്ല ഇതിൻ്റെ രീതി, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല പെരുമാറേണ്ടത്. തുല്യ പങ്കാളിത്തവും സഹകരണവുമാണ് വേണ്ടത്. അല്ലാതെ എല്ലാം ഞാനങ്ങ് ചെയ്തേക്കാം, ചെയ്ത് കളയും എന്ന ഭാവം അത് ശരിയല്ലത്, മുന്നണിക്ക് യോജിച്ചതല്ല. ഈ വിഷയം ഇപ്പോഴേ ഈ 2 പാർട്ടിയുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പിലുള്ളതാണ്. അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് പിണറായി വിജയൻ ഏകപക്ഷീയമായി ഈ നടപടിയെടുത്തത് ശരിയായില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ സത്യൻ മൊകേരി, അത് CPI-യുടെ അഭിപ്രായമാണ്. അവിടെ ഒരു മുഖപ്രസംഗത്തിന് തുല്യമായിട്ടുള്ള ലേഖനം. ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം ചോദിക്കുകയാണ് സത്യൻ മൊകേരി. അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VD സതീശൻ അധികാരത്തിലേറി 100 ദിവസം തികയുമ്പോൾ CPM-ലെ ഇടതുപക്ഷ മുന്നണിയിലെ അവസ്ഥ അതാണ്. പറഞ്ഞല്ലോ, ചെറിയൊരു കാലം, ഇനി ധാരാളം സമയം ബാക്കിയുണ്ട്. ഈ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണോ? ഈ പ്രതിപക്ഷത്തിന് ഒന്നിച്ച് ഐക്യത്തോടു കൂടി നിന്ന് ഈ സർക്കാരിനെ വിമർശിക്കാൻ സാധിക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.